പറയുന്നത്. അപ്പോൾ ചില കാര്യത്തിൽ എനിക്ക് പലരുമായിട്ടും യോജിപ്പുണ്ട്. ഇഷ്ടാനിഷ്ടദൃശോ രാഗദ്വേഷദോഷാഃ കിമാത്മകാഃ സംവിദ്യോ മമയേ സ്വപ്നേ ജഗദാഖ്യേംഗകഥ്യതാം. ഇഷ്ടാനിഷ്ടദൃശഃ, ഇഷ്ടം അനിഷ്ടം തുടങ്ങിയ വീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള ഭാവങ്ങൾ. എനിക്ക് ഒന്ന് ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രിയമാണ്, വേറൊന്ന് ഇഷ്ടമല്ല, അതിനോട് വെറുപ്പാണ്. ഇങ്ങനെ മനസ്സിൻ്റെ രണ്ട് പ്രധാന ഭാവങ്ങളാണ്. രാഗദ്വേഷങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയാം, അതുമല്ലെങ്കിൽ പ്രിയാപ്രിയങ്ങൾ എന്ന് പറയാം. ഇതുള്ളിടത്തോളം കാലം മോക്ഷം സ്വപ്നത്തിൽ പോലും കിട്ടാൻ പോകുന്നില്ല, ഉറപ്പാണ്. പ്രിയാപ്രിയങ്ങൾ ഉള്ളിൽ നിന്ന് അകലണം. ഇഷ്ടാനിഷ്ടങ്ങൾ, ആ മനസ്സിൻ്റെ രണ്ട് വിപരീത ഭാവങ്ങൾ, അതിൽ നിന്ന് നാം മുക്തി നേടണം. എന്നാലേ മോക്ഷം നേടാൻ കഴിയുകയുള്ളൂ. ഈ ഇഷ്ടാനിഷ്ടം എന്നുള്ള രണ്ട് വീക്ഷണങ്ങളും ആ രണ്ട് ഭാവങ്ങളും രാഗദ്വേഷ ദോഷാഹ. രാഗം ദ്വേഷം. രാഗം എന്ന് പറഞ്ഞാൽ സംഘം, മാനസികമായ ഒട്ടൽ, അതാണ് രാഗം. അതിൻ്റെ നേരെ വിരുദ്ധമായ ഭാവമാണ് ദ്വേഷം. ഒന്നിനെ മനസ്സുകൊണ്ട് വെറുക്കുക, അതിനെ അകറ്റി നിർത്തുക. ഈ രാഗദ്വേഷങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഇതിനൊന്നും ഒരർത്ഥവുമില്ല. കിമാത്മകാഹ, ഇതിലൊക്കെ എന്ത് കഴമ്പാണുള്ളത് രാമ? ഒന്ന് ചിന്തിക്കാമെങ്കിൽ, ഒന്ന് എനിക്കിഷ്ടമാണ്, മറ്റൊന്ന് ഇഷ്ടമല്ല. ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, വേറൊരു വ്യക്തിയെ വെറുക്കുന്നു. ഇതിലൊന്നും ഒരർത്ഥവുമില്ല. രണ്ടും മായാരൂപങ്ങൾ, മായയുടെ സൃഷ്ടിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും. രണ്ടും മായാകാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യത്യസ്തങ്ങളായ ദ്വന്ദ്വഭാവങ്ങളെ എന്തിനു വെച്ചു പുലർത്തണം? എന്തുകൊണ്ട് മനസ്സിനെ സമത്വം ശീലിപ്പിച്ചുകൂടാ? എല്ലാം ബ്രഹ്മമാണ് എന്ന് കണ്ട് രാഗദ്വേഷങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രിയാപ്രിയങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നാം മുക്തരായിക്കൂടാ? അതിനു വേണ്ടിയുള്ള ശ്രമം എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ? ഇപ്പോൾ തന്നെ, ഇവിടെ വെച്ച് തന്നെ. ഇത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല. അടുത്ത ജന്മത്തേക്ക്, അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇതിനെ നടപ്പിലാക്കാം എന്നൊരിക്കലും വിചാരിക്കരുത്. ഇഹചേതവേദീതഥ സത്യമസ്തി നചേതിഹാവേദീത് മഹതീ വിനഷ്ടിഹി. ഉപനിഷത്തിൻ്റെ മുന്നറിയിപ്പാണ്, കർശനമായ മുന്നറിയിപ്പാണ്. നിങ്ങൾ ഇവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ ഈ കരമനയിൽ ശങ്കരമഠത്തിൽ വെച്ച് എന്നല്ല അർത്ഥം. ഈ ലോകത്ത്, ഈ മനുഷ്യ ശരീരത്തിൽ കഴിയവേ തന്നെ ഇവിടെ വെച്ച് നിങ്ങൾ ഈ ആത്മസത്യത്തെ അറിഞ്ഞാൽ അറിഞ്ഞു. അല്ലാതെ ഈ ലോകത്തൊന്നും ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അതൊക്കെ അങ്ങ് മുകളിൽ ഊർധ്വലോകങ്ങളിൽ ചെന്ന്, ബ്രഹ്മലോകം മുതലായ ഊർധ്വലോകങ്ങളിൽ എത്തി അവിടെ വെച്ച് പരിശീലിക്കേണ്ടതാണ് ഈ അദ്വൈതം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ വെച്ച് അറിഞ്ഞാൽ അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ല. ഇവിടെ വെച്ചറിയാതെ ഈ ജന്മത്തെ പാഴാക്കിയാൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു വലിയ നാശമായിരിക്കും. അതൊരു വലിയ നഷ്ടമായിരിക്കും, നികത്താൻ കഴിയാത്ത ഒരു നഷ്ടമായിരിക്കും. കാരണം ഈ മായയുടെ പ്രവാഹത്തിൽ അടുത്തത് ഏത് ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ദുർഗാനന്ദ സ്വാമി പറയുന്നത് പോലെ ഏതെങ്കിലും കുളക്കടവിൽ വെച്ച് അടുത്ത ജന്മത്തിൽ കണ്ടുമുട്ടാന്ന് പറഞ്ഞു. തവളയായിട്ടെന്നർത്ഥം. ഏതെങ്കിലും കുളത്തിൻ്റെ കരയിൽ. പക്ഷേ ഇത് നമ്മുടെ അയൽവക്കക്കാരനായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിരുന്നു, അവനാണ് അവിടെ മറ്റൊരു തവളയായി ജനിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല. ആള് സെയിം തന്നെ, രൂപം മാറിപ്പോയി. എന്നാലും അങ്ങനെ കണ്ടുമുട്ടിയാൽ പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാവും നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക. അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ ഉള്ളിൽ നിന്ന് പോകട്ടെ. അതിന് സമബുദ്ധി ശീലിക്കുക. സമത്വം, സമദർശനം എന്നർത്ഥം. സമദർശനം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഒന്നായി കാണുക എന്ന് ചിലർ വ്യാഖ്യാനിക്കും.
എല്ലാറ്റിനെയും ഒന്നായി കാണാൻ പറ്റില്ല. അതെങ്ങനെ കാണാൻ പറ്റും? ഒരു കുഞ്ഞിനെ വൃദ്ധനായിട്ട് കാണാൻ പറ്റുമോ? ഒരു വൃദ്ധനെ ഒരു കുട്ടിയായിട്ട് കാണാൻ പറ്റുമോ? ഒരു പുരുഷനെ സ്ത്രീയായിട്ടോ സ്ത്രീയെ പുരുഷനായിട്ടോ കാണാൻ പറ്റുമോ? പട്ടിയെ പൂച്ചയായിട്ടോ പൂച്ചയെ മരമായിട്ടോ മരത്തെ മലയായിട്ടോ മലയെ കൊക്കായിട്ടോ കാണാൻ പറ്റുമോ? എല്ലാറ്റിനെയും ഒന്നായി കാണാൻ പറ്റില്ല. എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്ന ഒന്നിനെ കാണാൻ പറ്റും. അത് ഒന്നാണ്, അതിൽ പലതില്ല. മായ ഉണ്ടാക്കുന്ന രൂപങ്ങളാണ് പലതായി നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നത്. ആ പലതിൽ പ്രഥമ ദൃഷ്ടിയ വേറെ വേറെ എന്ന് തോന്നുന്ന ദൃശ്യങ്ങളിൽ ഒന്നായി നിൽക്കുന്ന, ഒരു മാറ്റവും കൂടാതെ അവയിൽ ഊടും പാവും പോലെ വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മത്തെ ബുദ്ധി കൊണ്ട് കാണുന്നതാണ് യഥാർത്ഥത്തിൽ സമദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമദർശനം അത് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ബുദ്ധിയുടെ പ്രവർത്തനമാണ് ഈ സമദർശനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ ഒന്നാണ് എല്ലാമായി തീർന്നിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അതാണ് സമത്വം അല്ലെങ്കിൽ സമദർശനം. അല്ലാതെ പച്ചമുളകും കത്തിരിക്കയും രണ്ടും എങ്ങനെ ഒന്നാവും? മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ഒന്നാവും? ശത്രുവും മിത്രവും ഒന്നാവും? ശത്രുവിനോടെന്ന പോലെ തന്നെയാണ് പെരുമാറേണ്ടത്. മിത്രത്തോടെന്ന പോലെ തന്നെ. പിന്നെ എവിടെയാണ് ഈ സമത്വം? ബുദ്ധിയുടെ തലത്തിൽ ഒന്നാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ വേറെ വേറെ എന്നുള്ള ഭേദചിന്ത വേണ്ട. എല്ലാറ്റിനെയും ഒന്നായി കാണാൻ കഴിയണം. ഒന്നായി കാണാൻ കഴിയണമെന്ന് പറഞ്ഞാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒന്നാണ് മായയിലൂടെ പലതെന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നത് എന്ന് കാണണം. പലതെന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പലത് സത്യമല്ല എന്നാണ് അർത്ഥം. എന്നെ നിങ്ങളുടെ സ്വന്തം അമ്മയെപ്പോലെ കാണണം, അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ കാണണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അമ്മയോ ജ്യേഷ്ഠനോ അല്ല. പോലെ എന്ന് പറഞ്ഞാൽ അതല്ല. അങ്ങനെ വിചാരിച്ചോളണം. അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി എന്നോട് പെരുമാറാം എന്ന അർത്ഥത്തിലാണ് അമ്മയെ പോലെ കരുതണം, അച്ഛനെ പോലെ കരുതണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ, രാഗദ്വേഷങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾ, ഇതെല്ലാം മനസ്സിനെ ബാധിക്കുന്ന ഓരോ രോഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ് എന്നാണ് വേദാന്തികൾ അഭിപ്രായപ്പെടുന്നത്. ഒക്കെ ഭ്രമിച്ച മനസ്സിൻ്റെ ഉടമകളാണ്. എല്ലാവരും ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും മനോരോഗികളാണ്. കുറച്ചുപേരെ നമ്മൾ ഊളംപാറ, കുതിരവട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ സെല്ലിലടച്ച് അവർക്ക് ഭ്രാന്താണ് എന്ന് നമ്മൾ അവരെ അകറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷേ ഈ ഭ്രാന്താശുപത്രിയുടെ ഉള്ളിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി ഭ്രാന്തന്മാർ പുറത്ത് ചുറ്റി നടക്കുന്നുണ്ട്. പക്ഷേ ആ ഭ്രാന്തന്മാർ അവർക്ക് ഭ്രാന്തുണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല. അവരൊക്കെ ബുദ്ധിമാന്മാരാണ്, കേമന്മാരാണ്, വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, കോട്ടും സൂട്ടും ടൈയും ഷൂവും ഒക്കെ ഇട്ട് നടക്കുന്നവരാണ് എന്നൊക്കെയാണ്. ഭ്രാന്തന് കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ടാൽ എന്താ അവൻ്റെ ഭ്രാന്ത് മാറുമോ? വസ്ത്രം മാറിയ ഭ്രാന്ത് മാറത്തില്ല. വസ്ത്രം മാറിയത് കൊണ്ട് സന്യാസി ആവുകയില്ല. അതും മനസ്സിലാക്കുക. സന്യാസം മനസ്സിൻ്റെ ഒരു മൂല്യമാണ്. മനസ്സാണ് സന്യാസത്തെ അംഗീകരിക്കേണ്ടത്. പിന്നെ കാവ്യവസ്ത്രം എന്നുള്ളത് ആ സന്യാസ ഭാവം ഉണ്ടാക്കാൻ, ആ ഭാവത്തെ രചിക്കാൻ സഹായകമാകും എങ്കിൽ ആ വസ്ത്രം നമുക്ക് ധരിക്കാം, തെറ്റൊന്നുമില്ല. മറ്റുള്ളവരിൽ നിന്ന് തന്നെ പരിരക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കാവ്യവസ്ത്രം. കാരണം ഞാൻ നിങ്ങളിൽ ഒരാളല്ല. മറ്റുള്ളവരെ നശിപ്പിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വന്ന് എന്നെയും നശിപ്പിക്കരുത്
എന്നുള്ള ഒരു വാണിംഗ് ആണ്, ഒരു ഡേഞ്ചർ സിഗ്നലാണ് ഈ കാവ്യവസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോട്ടടേ, നീ പിന്നെ എൻ്റെ പുറകെ കൂടി എനിക്ക് അശേഷം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയും അങ്ങനെ നീ എന്നെ നശിപ്പിക്കാതെ, അപ്പോൾ അത് പറയാതെ പറയുകയാണ്. അപ്പോൾ അതെല്ലാം ഓരോ തരത്തിലുള്ള കവചമാണ്. സമൂഹത്തിൽ നിന്ന് സന്യാസി കാവ്യവസ്ത്രധാരണത്തിലൂടെ തന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാവശ്യമാണ്, വേണ്ടെന്നല്ല. എന്നാൽ യഥാർത്ഥ സന്യാസം മനസ്സിനെ സ്പർശിച്ച് നിൽക്കുന്നതാണ്, ബുദ്ധിയിലാണ്. ബുദ്ധി എല്ലാറ്റിൽ നിന്നും വിമുക്തമായി നിസ്സംഗമായി മാറി നിൽക്കുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ സന്യാസം. അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഇവയ്ക്കൊന്നും ഒരർത്ഥവുമില്ല. സംവിദ് വ്യോമമയേ സ്വപ്നെ, ഈ ബോധമാകുന്ന ബ്രഹ്മത്തിൽ, ബോധസ്വരൂപനായ ബ്രഹ്മത്തിൽ സ്വപ്നം പോലെ കാണുന്നതാണ് ഈ പ്രപഞ്ചം. അതിൽ അല്പം പോലും കഴമ്പില്ല. ജഗദാഖ്യേ, ജഗത്ത്, പ്രപഞ്ചം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്വപ്നം ബോധത്തിൽ കാണപ്പെടുന്നതാണ്. അതിൽ ഈ രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, പ്രിയാപ്രിയങ്ങൾ ഇവയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? രാമ, പറയൂ, എന്നോട് പറയൂ. ഈ മനസ്സിൻ്റെ മാറിമറിയുന്ന ഭാവങ്ങൾക്ക് വാസ്തവത്തിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? അവയെ നിസ്സാരമായി തള്ളിക്കളയുകയല്ലേ വേണ്ടത്? ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ ചോദ്യം. നീ എന്നോട് പറയൂ എന്നാണ് പറയുന്നത്. കൂടസ്ഥ സംവിധ ഏവ വിവർത്തരൂപ സ്വപ്ന ജഗത് ഇത്യസ്മത് സിദ്ധാന്തേതു സുതരാം ന രാഗദ്വേഷ പ്രസക്തിരിത്യാഹ. കൂടസ്ഥ സംവിത്, കൂടം പോലെ, കൊല്ലൻ്റെ ആലയിലെ കൂടം പോലെ നിശ്ചലമായിരിക്കുന്ന ഒരു തത്വമാണ് ബോധം. ഓരോ ശരീരത്തിലും ഞാൻ എന്ന ഭാവത്തിൻ്റെ അധിഷ്ഠാനമായി പ്രകാശിക്കുന്ന ചൈതന്യത്തെയാണ് കൂടസ്ഥ ചിത്ത് അല്ലെങ്കിൽ കൂടസ്ഥ ചൈതന്യം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അധിഷ്ഠാനമായി എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം തന്നെയാണ് ഓരോ ശരീരത്തിലെയും കൂടസ്ഥ ചൈതന്യം. ആ കൂടസ്ഥ ചൈതന്യത്തിനും ബ്രഹ്മത്തിനുമാണ് ഐക്യം എന്ന് വേണം മനസ്സിലാക്കാൻ. തത്വമസി എന്ന് പറയുമ്പോൾ തത്പദത്തിൻ്റെ ലക്ഷ്യാർത്ഥവും ത്വംപദത്തിൻ്റെ ലക്ഷ്യാർത്ഥവും ആ ലക്ഷ്യാർത്ഥങ്ങൾക്ക് തമ്മിലാണ് ഐക്യം, അല്ലാതെ അവയുടെ വാച്യാർത്ഥങ്ങൾക്ക് തമ്മിലല്ല. തത്പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായ ബ്രഹ്മചൈതന്യം എന്നാണ് അർത്ഥം. ത്വം എന്ന വാക്കിൻ്റെ ലക്ഷ്യാർത്ഥം, നീ എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന കൂടസ്ഥ ചൈതന്യം എന്നാണ്. ഈ കൂടസ്ഥ ചൈതന്യവും എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മചൈതന്യവും അടിസ്ഥാനപരമായി ഒന്ന് തന്നെ. അവയ്ക്ക് തമ്മിലാണ് ഐക്യം പറഞ്ഞത്, അല്ലാതെ ഞാനെന്ന ഭാവത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ജീവനും ബ്രഹ്മവും ഒരിക്കലും ഒന്നാവില്ല. ബ്രഹ്മത്തിന് അഹങ്കാരവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ഞാനെന്ന അനുഭവത്തിൽ ആ ഞാനെന്ന ഒരു അംശത്തെ മാത്രം മാറ്റിയാൽ ബാക്കിയുള്ളത് കേവലമായ അനുഭവമാണ്. അതിനെയാണ് കൂടസ്ഥ ചൈതന്യം എന്ന് പറയുന്നത്. ആ കൂടസ്ഥ ചൈതന്യം എങ്ങും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മചൈതന്യം തന്നെ. ആ അർത്ഥത്തിൽ നീ ബ്രഹ്മമാണ്. അത് കൂടസ്ഥ ചൈതന്യത്തെ നോക്കി ഗുരു ഉപദേശിക്കുന്നതാണ്, അല്ലാതെ ജീവൻ എന്ന വ്യക്തിയോട് ഉപദേശിക്കുന്നതല്ല. ഈ മഹാവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നത് തന്നെ വലിയ പ്രയാസമാണ്. അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ആകെപ്പാടെ ആശയക്കുഴപ്പമുണ്ടാവും. ജീവൻ എങ്ങനെയാണ് ബ്രഹ്മമാവുക? ജീവൻ ജനിച്ചു മരിക്കുന്നവനാണ്. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പ്രാണൻ തുടങ്ങിയ ഉപാധികളോടുകൂടെ ചേർന്ന് നിൽക്കുന്നവനാണ് ജീവൻ. യാതൊരു ഉപാധിയും ഇല്ലാത്തതാണ് ബ്രഹ്മം. ഈ ജീവൻ എങ്ങനെ ബ്രഹ്മമാവും? ന്യായമായും ഒരാൾക്ക്
ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ളിൽ തോന്നും. അപ്പോൾ ഈ മഹാവാക്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിയാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കൂടസ്ഥ സംവിത്ത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തിലും ഞാൻ എന്ന അനുഭവത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്നത് അത് തന്നെയാണ് ബ്രഹ്മം, ഒരു വ്യത്യാസവുമില്ല. ആ ബ്രഹ്മത്തിൽ സ്വപ്നം പോലെ കാണപ്പെടുന്നതാണ് ഈ ജഗത്ത് എന്നാണ് വേദാന്തികളുടെ മതം, വേദാന്ത സിദ്ധാന്തം. അങ്ങനെയുള്ള ഞങ്ങളുടെ സിദ്ധാന്തത്തിൽ രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തിയേയില്ല, പ്രാധാന്യമില്ല, മുഖ്യത്വമില്ല. അത് മനസ്സിൻ്റെ വെറും വിഭ്രമം, അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഭാവങ്ങൾ ഇദം ഹേയമുപാദേയം വേദി സംവിത് ഖമാത്മനി നിർമ്മലേ നിർമ്മലം ഭാതി കേവാത്ര തദദൃശൗ. ഇദം ഹേയം ഉപാദേയം വാ ഇതി സംവിത് ഖം ആത്മനി. ആകാശം പോലെ ആദ്യന്തങ്ങളില്ലാതെ എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചു നിൽക്കുന്ന ബോധത്തിൽ ഇത് സ്വീകാര്യം, ഇത് ത്യാജ്യം. ഈ ഭാവങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ആകെപ്പാടെ ഉള്ളത് ഒന്ന് മാത്രമാണ്. ഒന്നേ ഉള്ളുവെങ്കിൽ അതിലെ ചില ദൃശ്യങ്ങളെ ചിലത് വേണമെന്നും ചിലത് വേണ്ടെന്നും, ചിലതിനോട് ഇഷ്ടം ചിലതിനോട് അനിഷ്ടം, എന്തിനിത്? ഇങ്ങനെയുള്ള ഭാവങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഭാവങ്ങളെ എങ്ങനെയാണ് നമുക്ക് നീക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, ഇവയുടെ വ്യർത്ഥത, ഉപയോഗശൂന്യത, ഈ ഭാവങ്ങൾ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, ഒരു ലാഭവുമില്ല. അങ്ങനെ അവയുടെ നിരർത്ഥകത മനസ്സിലാക്കി അവയെ തള്ളിക്കളയൂ. സംവിത് ഖമാത്മനി, സംവിത്താകുന്ന ആകാശത്തിൽ ഒന്ന് സ്വീകരിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് തുടങ്ങിയ സങ്കല്പങ്ങൾ, ഭാവനകൾ വ്യർത്ഥം, ഒരു പ്രയോജനവുമില്ല. ഈ വ്യർത്ഥമായ ഭാവനകളെ എന്തിന് നാം വച്ചു പുലർത്തുന്നു എന്നാണ്. നിർമ്മലേ നിർമ്മലം ഭാതി, നിർമ്മലമായ ബ്രഹ്മത്തിൽ നിർമ്മലമായ ബ്രഹ്മം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ അതുമാത്രമേ ഉള്ളൂ. ഈ സങ്കല്പങ്ങളും ചിന്തകളും രാഗദ്വേഷങ്ങളും ഒന്നും വാസ്തവത്തിലില്ല. കേവാത്ര തദദൃശൗ, അതല്ലാത്ത ഒന്ന് ഒരിക്കലും അതിൽ സംഭാവ്യമല്ല. ബ്രഹ്മഭിന്നമായ ഒന്ന് ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാവാൻ പറ്റില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം അതാവാനേ സാധ്യതയുള്ളൂ. സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു വസ്തു, അതിൽ സ്വർണമല്ലാതെ വേറെ ഏതെങ്കിലും പുതിയ വസ്തു ഉണ്ടാവാൻ പറ്റുമോ? മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കുടം, അതിൽ മണ്ണല്ലാതെ വേറെന്താണ് ഉള്ളത്? നൂലുകൾ ചേർന്നതാണ് വസ്ത്രം. ആ വസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് നൂലുകളുടെ ഒരു കൂട്ടമാണ്. വസ്ത്രം എന്നുള്ള പേര് വെറുതെ പറയുന്നു, അതിലുള്ളത് കുറേ നൂലിഴകൾ മാത്രം. ഇങ്ങനെ ഏത് ദൃശ്യത്തെയും വിശകലനത്തിലൂടെ അതിൻ്റെ അധിഷ്ഠാനത്തെ നാം കണ്ടെത്തണം, കണ്ടെത്തി അതിനെ തന്നെ അനുധാവനം ചെയ്യണം. അത് ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. അപ്പോൾ സൂക്ഷ്മമായ ബുദ്ധി ഉണ്ടെങ്കിലേ സകലതിലും ബ്രഹ്മത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അസ്തുവാ ഹേയോപാദേയ വികൽപാധ്യാസഃ തഥാപി സംവിദാകാശേ ന കശ്ചിത് വിശേഷ ഇത്യാശയേനാഹ ഇദമിതി. ഇനി നമ്മുടെ ഉള്ളിൽ ഇത് സ്വീകരിക്കപ്പെടേണ്ടത്, വേറൊന്ന് തള്ളിക്കളയപ്പെടേണ്ടത്, ഇങ്ങനെയുള്ള ദ്വൈതഭാവനകൾ ഉദിച്ചാലും വികൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ, നാനാത്വ ചിന്തകൾ എന്നർത്ഥം. അവയൊക്കെ ഉള്ളിൽ ഉദിച്ചാലും സംവിദാകാശത്തിൽ
അഖണ്ഡമായ ബോധസ്വരൂപത്തിൽ യഥാർത്ഥത്തിൽ പലത് സാധ്യമല്ല. മരുഭൂമിയിൽ കാണപ്പെടുന്ന കാനൽ ജലത്തെ എത്ര ആളുകൾ സത്യമാണ് എന്ന് കരുതിയാലും അവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പറ്റില്ല. കാരണം ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പാണ്. അതിലെങ്ങനെയാണ് യഥാർത്ഥത്തിൽ വെള്ളം ഉണ്ടാവുക? പക്ഷേ വെള്ളം ഉള്ളതുപോലെ തോന്നുന്നു. ആ വെള്ളത്തെ സത്യമെന്ന് ആരൊക്കെ കരുതിയാലും അവിടെ വെള്ളമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുപോലെ നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളുമൊക്കെ നിരന്തരം പൊന്തിയാലും അതൊക്കെ വെറും വികല്പമാണ്, വാസ്തവത്തിലില്ല. ഭ്രമരൂപത്തിൽ അങ്ങനെ തോന്നുന്നു. യഥാർത്ഥ അധിഷ്ഠാനത്തിൽ ബോധസത്യത്തിൽ യാതൊന്നും ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. ഇതാണ് പരമാർത്ഥം. തദൃശൗ ഇഷ്ടാനിഷ്ടാദി ദൃഷ്ടി. ബ്രഹ്മത്തിൽ ഇഷ്ടം അനിഷ്ടം തുടങ്ങിയ ഭാവങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെ ഉള്ളിലും പൊന്തി മറിഞ്ഞാലും അങ്ങനെയുള്ള ഭാവങ്ങൾ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. കാരണം അത് ഏകമാണ്. അതിൽ മറ്റൊന്നിനും രണ്ടാമതൊന്നിന് സാധ്യതയില്ല. അതിൽ നിന്ന് ഉണ്ടാവുന്നത് പോലെ തോന്നുന്നത് അതാവാനേ തരമുള്ളൂ. അതിനെയും ബ്രഹ്മമായി കണ്ടോളൂ. എൻ്റെ ഉള്ളിൽ പൊന്തിമറയുന്ന കാമക്രോധങ്ങളെ, രാഗദ്വേഷങ്ങളെ, അസൂയ മുതലായ വികാരങ്ങളെ, അവയിൽ പോലും ബ്രഹ്മഭാവം പുലർത്തൂ. അതും ബ്രഹ്മമാണ് എന്ന് കാണാൻ കഴിയണം. സച്ചിന്തകളിൽ മാത്രമല്ല, ദുഷ്ചിന്തകളിലും നമുക്ക് ബ്രഹ്മത്തെ കാണാൻ കഴിയണം. എന്നാലേ ബ്രഹ്മദർശനം പൂർണ്ണമാവൂ. നല്ലതിൽ മാത്രം ബ്രഹ്മത്തെ കാണും, സജ്ജനങ്ങളിൽ മാത്രം ബ്രഹ്മത്തെ കാണും, ഭക്തന്മാരിൽ മാത്രം ബ്രഹ്മത്തെ കാണും, അമ്പലത്തിൽ മാത്രം ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. ഈ ധാരണ മാറണം. ദൈവം അഥവാ ബ്രഹ്മം സർവവ്യാപിയാണ്. എല്ലാറ്റിലും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്നതാണ്. അതിനെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ചില പ്രത്യേക വ്യക്തികളിൽ മാത്രം കാണുന്നത് അപൂർണ ദർശനമാണ്. അപൂർണ ദർശനത്തിലൂടെ പൂർണ്ണ വസ്തുവിനെ നേടാൻ സാധ്യമല്ല. ദർശനം പൂർണ്ണമാകണം. സകലതിലും ബ്രഹ്മദർശനം. സർവം ഖൽവിദം ബ്രഹ്മ. ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെ. സർവം വിഷ്ണുമയം ജഗത്. ഈ പ്രപഞ്ചം വിഷ്ണുവിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശാവാസ്യമിതം സർവം. ഈ കാണുന്നതെല്ലാം ഈശ്വരനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വാസുദേവ സർവമിതി. എല്ലാം വാസുദേവൻ തന്നെ, പരമാത്മാവ്, ബ്രഹ്മം തന്നെ. ഇങ്ങനെ ഒരു ദർശനം മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഹേയോപാദേയ ചിന്തകൾ, അതുപോലെ മറ്റ് വികാര വിചാരങ്ങൾ, വികല്പങ്ങൾ, ഇതൊക്കെ മനുഷ്യ മനസ്സിൽ സദാ പൊന്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ അവയൊന്നുമില്ല. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ, ഇഷ്ടമെന്നും അനിഷ്ടമെന്നും നല്ലതെന്നും ചീത്തയെന്നും കൊള്ളാമെന്നും കൊള്ളില്ല എന്നും പറഞ്ഞ് നമ്മൾ വേർതിരിക്കുന്നത് ഒരേ ബ്രഹ്മത്തെയാണ്. ബ്രഹ്മത്തെ കീറി മുറിക്കരുത്. ദ്വൈത ചിന്തകൾ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ കീറി മുറിക്കുന്നതിന് തുല്യമാണ്. വേറെ വേറെ ഭേദചിന്ത അത് വേണ്ട. എല്ലാം ഒന്നാണ് എന്ന ഭാവത്തെ നമ്മുടെ ബുദ്ധി അംഗീകരിക്കട്ടെ. സംവിന്നരോ മരോ നാഗഃ സംവിത് സ്ഥാവരജംഗമം ഭാവാഭാവാദയോസ്യാബ്ധേ സ്തരംഗാവർത്തവൃത്തയഃ. സംവിത് നരഃ. ബ്രഹ്മമാണ് മനുഷ്യരൂപത്തിൽ കാണപ്പെടുന്നത്. നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. നമ്മൾ പട്ടിയോ പൂച്ചയോ പക്ഷിയോ വൃക്ഷലതാദികളോ ഒന്നുമല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. ആ ഭാവം ശരിയാണ്, ആ വിചാരം ശരിയാണ്. അതിനേക്കാളും ശരിയായ ഒന്നുണ്ട്. അതാണ് ഞാൻ ബ്രഹ്മം എന്നുള്ളത്. ഞാൻ മനുഷ്യൻ എന്നുള്ളത് വാസ്തവമാണെങ്കിൽ
അതിനേക്കാളും വലിയ ഒരു സത്യം, അതിനേക്കാളും വലിയ ഒരു വാസ്തവമാണ് ഞാൻ ബ്രഹ്മം എന്നുള്ളത്. അതിനേക്കാളും വലിയ ഒരു സത്യം വേറൊന്നുമില്ല. ഞാൻ മനുഷ്യനാണ്, ഞാൻ ഇന്നാരുടെ ഭാര്യയോ ഭർത്താവോ ആണ്, അല്ലെങ്കിൽ ഇന്ന ദമ്പതികളുടെ മകനോ മകളോ ആണ്, ഇന്നാരുടെ ജ്യേഷ്ഠനാണ്, ഇന്നാരുടെ അനുജനാണ്. ഈ ഭാവങ്ങളെല്ലാം ഇഹലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ഇങ്ങനെയുള്ള ഭാവങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ വ്യാവഹാരിക സത്യങ്ങളാണ്. പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞൊന്നുണ്ട്. അതാണ് എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള സത്യം. അപ്പോൾ നരരൂപത്തിൽ കാണുന്നത്, മനുഷ്യരൂപത്തിൽ കാണുന്നത് സംവിത്താണ്, ബോധമാണ്. അമരഹ, ദേവന്റെ രൂപം കൈക്കൊണ്ടിരിക്കുന്നതും ഈ ബ്രഹ്മം തന്നെ. നാഗഹ, സർപ്പങ്ങളായി ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും ബ്രഹ്മം തന്നെ. ഈ സംവിത്ത് അഥവാ ബോധം തന്നെയാണ് സ്ഥാവരങ്ങളായും ജംഗമങ്ങളായും കാണപ്പെടുന്നത്. സ്ഥാവരം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാത്തവ, അതാണ് സ്ഥാവരം. സാധാരണ നമ്മൾ പറയുന്നത് വൃക്ഷങ്ങൾ, ലതകൾ, ചെടികൾ, ഇവയൊക്കെയാണ് സ്ഥാവരങ്ങൾ. മറ്റ് ജീവികൾ, ഉറുമ്പ് മുതൽ കൃമികീടങ്ങൾ മുതൽ പക്ഷി, മൃഗാദികൾ, മനുഷ്യർ, ദേവന്മാർ, ഇവരെല്ലാവരും ജംഗമങ്ങളാണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചലിക്കാൻ പറ്റും. ഇപ്പോൾ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാം ബ്രഹ്മമാണ്. ഭാവാഭാവാദയോ, ഭാവം അഭാവം. ഭാവം എന്ന് പറഞ്ഞാൽ ഉണ്മ, അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. ഒന്നുണ്ട് എന്ന് പറയുന്നു, കുറേ കാലത്തിന് ശേഷം അതില്ല എന്ന് പറയുന്നു. ഈ ഭാവാഭാവങ്ങൾ രണ്ടും അസ്യ അബ്ധേഹേ, ഈ ബ്രഹ്മസമുദ്രത്തിൻ്റെ തിരമാലകളാണ്, അല്ലെങ്കിൽ ആ സമുദ്രത്തിലുള്ള ചുഴികളാണ്. ചുഴി, തിര എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളമാണ്. അല്ല, ചുഴിയിൽ വെള്ളമല്ലാതെ വേറെന്തുണ്ട്? ഏതെങ്കിലും വസ്തുക്കൾ അതിനകത്ത് കറങ്ങുന്നതായിരിക്കും. പക്ഷെ ചുഴിയായി കാണപ്പെടുന്നത് വെള്ളമാണ്. വെള്ളത്തിലുള്ള കുഴിയുടെ പേരാണ് ചുഴി. വെള്ളക്കുഴി എന്ന് പറയുന്നതിന് പകരം ചുഴി എന്ന് പറയുന്നു. വെള്ളം തന്നെ. എന്താണ് ഈ ഓളങ്ങൾ അല്ലെങ്കിൽ അലകൾ? വെള്ളം തന്നെ. എന്നാൽ പിന്നെ വെള്ളം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? വെള്ളം എന്ന് പറയുന്നത് സാധാരണ വെള്ളം എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ കടലിൽ കുറേ വെള്ളം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടല്ലോ, കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ടല്ലോ, ആ വെള്ളത്തിന് പറയുന്ന പേരാണ് അല. അപ്പോൾ സാധാരണ വെള്ളത്തിൽ നിന്നും ഈ വെള്ളത്തെ വേർതിരിച്ചറിയാൻ വേണ്ടി വേറൊരു വാക്ക് പറയുന്നു. വാക്ക് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് വസ്തു മാറി എന്നർത്ഥമില്ല, ഒരേ വസ്തു തന്നെയാണ്. അപ്പോൾ ഈ ബ്രഹ്മസമുദ്രത്തിൽ കാണപ്പെടുന്ന തിരകളോ അല്ലെങ്കിൽ ചുഴികളോ ആണ് നരനും അമരനും നാഗവും സ്ഥാവര ജംഗമങ്ങളും അസ്തിത്വവും നാസ്തിത്വവും എല്ലാം ഈ ബ്രഹ്മത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ. സർവസ്യ അവിനാശി സംവിന്മാത്രത്വേ ജന്മമരണാദയോപി ന സംഭാവയിതും ശക്യാഹ ഇത്യാഹ സംവിദിതി ദ്വാഭ്യം. എല്ലാം നശിക്കുന്നതെല്ലാം, നശിക്കുന്നതായി ഈ ലോകത്ത് കാണപ്പെടുന്നതെല്ലാം നാശമില്ലാത്തതിൻ്റെ പ്രകടനമാണ്. ബ്രഹ്മമാണ് നശിക്കുന്ന പദാർത്ഥങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നത്. നാശം എന്നുള്ളത് വാസ്തവത്തിൽ ഇല്ല. മരണം എന്നൊന്നില്ല. രൂപം അപ്രത്യക്ഷമാകുന്നു. രൂപം അപ്രത്യക്ഷമായാൽ ഒരു വസ്തു നശിച്ചു എന്ന് കരുതുന്നത് ബുദ്ധിമോശമാണ്. നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാൽ ആദ്യം വെള്ളം തിളയ്ക്കും, പിന്നെയും ചൂടാക്കിയാൽ ആ വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരും, അവസാനം പാത്രത്തിൽ വെള്ളം ബാക്കി ഉണ്ടാവത്തില്ല. ഇപ്പോൾ വെള്ളം അപ്രത്യക്ഷമായി, വെള്ളം നശിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? അത് ജലബാഷ്പമായി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു.
വായുമണ്ഡലത്തിൽ അതുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ചൂടാക്കിയപ്പോൾ ദ്രവരൂപത്തിലുള്ള ജലം ബാഷ്പരൂപത്തെ പ്രാപിച്ചു, പക്ഷെ അതില്ലാതായിട്ടില്ല. ഇതുപോലെ ഒരു ശരീരത്തിലെ ചൈതന്യം ആ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതാണ് മരണമെന്ന് പറയുന്നത്. സത്ത് പോകുന്നതാണ് ചത്ത് പോകുന്നത് എന്ന് പറയുന്നത്. സത്ത് തന്നെയാണ് ചത്ത എന്ന് പറയുന്നത്. സത്തിനെ നമ്മൾ ചുരുക്കി ചത്ത എന്ന് പറയും. സത്ത് പോയി. ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന സത്ത് ആ ശരീരത്തെ ഉപേക്ഷിച്ചു. പോയി എന്ന് പറഞ്ഞാൽ അത് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. അച്ഛൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അച്ഛൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശ്രാദ്ധം നടത്തുകയല്ല വേണ്ടത്. അച്ഛൻ വിദേശത്ത് പോയി, അച്ഛൻ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് ബലിതർപ്പണമൊന്നും നടത്തരുത്. ആള് ജീവനോടെ ഉണ്ട്. ചത്തുപോയവർക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇവിടെ ആരും ചത്തുപോകുന്നില്ല. അപ്പം പിന്നെ ഈ പിതൃകർമ്മത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഉറപ്പുണ്ടെങ്കിൽ, ആരും മരിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ തർപ്പണവും ശ്രാദ്ധവും ഒന്നും വേണ്ട. കാരണം ആരും ചാവുന്നില്ല. മരിച്ചവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ആരും മരിക്കുന്നില്ല. ശരീരം ഉണ്ടെന്ന് തോന്നി, ആ ശരീരം അപ്രത്യക്ഷമായി. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യവുമില്ല. കാര്യം നിസ്സാരം, പക്ഷെ പ്രശ്നം ഗുരുതരമാണ്. പക്ഷെ ആലോചിച്ച കാര്യം നിസ്സാരം. പക്ഷെ ആലോചിക്കുന്നില്ല. അപ്പോൾ ആ പ്രശ്നം ഗുരുതരമായി തന്നെ തുടരുന്നു. ചിന്തിക്കുന്നില്ല, വിചാരം ചെയ്യുന്നില്ല. അപ്പോൾ ജന്മമരണാദികൾ പോലും എന്ന് പറഞ്ഞാൽ ജന്മം മരണം തുടങ്ങിയ സങ്കല്പങ്ങൾ, ആശയങ്ങൾ, അവ പോലും യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ സങ്കല്പങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട എന്നാണ് പറയുന്നത്. അതിനെ ഗൗരവമായി കാണേണ്ട കാര്യമില്ല. വളരെ സീരിയസ് ആവണ്ട, മസിൽ പിടിക്കണ്ട എന്നർത്ഥം. ഒരാൾ മരിച്ചുപോയി എന്നൊരു വാർത്ത കേട്ടാൽ, അയ്യോ മരിച്ചുപോയോ, ഇന്നലെ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടതാണല്ലോ, ഇന്നലെ വൈകുന്നേരം പോലും ഞങ്ങൾ ആ പീഡിയയുടെ വാതിൽക്കലിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അതിന് മനുഷ്യൻ്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും പോവാം. ജീവൻ എന്ന് പറയുന്നതിന് നമ്മൾ അതിന് കാറ്റ് എന്നാണ് പറയുന്നത്. അയാളുടെ കാറ്റ് പോയി എന്നാണ് പറയുന്നത്. ഈ വാൽ ട്യൂബിൽ നിന്ന്, ടയറിൻ്റെ, മോട്ടോർ സൈക്കിളിൻ്റെയും ബസ്സിൻ്റെയും കാറിൻ്റെയും ഒക്കെ ടയർ, ആ വാൽ ട്യൂബിൽ നിന്ന് വായു പുറത്തേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ട. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വായു അകത്തേക്ക് കയറാതെ പുറത്തേക്ക് തന്നെ പോയി. പിന്നെ അത് തിരിച്ച് അകത്തോട്ട് കയറുന്നില്ല. അതിനെ ഇത്ര വലിയ കാര്യമാക്കി എടുത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി, ബഹളമുണ്ടാക്കി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾ മരിച്ചു പോയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ബോഡി എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ അമ്പരന്ന് നിൽക്കാൻ മാത്രം ഒന്നുമില്ല. വാസ്തവത്തിൽ നിങ്ങൾ അമ്പരന്ന് നിൽക്കേണ്ടതായ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ്. കാരണം 9 തുളയുള്ള ഈ ശരീരത്തിൽ ഒരൊറ്റ തുളയിൽ കൂടെയും ഈ പ്രാണൻ പുറത്തേക്ക് പോകാതെ ഒരു 80 കൊല്ലം 90 കൊല്ലം ആ ശരീരത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് നിങ്ങൾ അമ്പരന്ന് നിൽക്കണം. അതാണ് വേണ്ടത്. ഒരാൾ ജീവിച്ചിരിക്കുന്നതിലാണ് ആശ്ചര്യം തോന്നേണ്ടത്, മരിച്ചു പോകുന്നതിലല്ല. 9 ദ്വാരങ്ങളുള്ള ഒരു ബലൂണിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് കടക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ആശ്ചര്യം. ഇവിടെ മരിച്ചു പോയാലാണ് ആൾക്കാർക്ക് വലിയ ആശ്ചര്യം. ജീവിച്ചിരിക്കുന്നവരെ ഓർത്ത് ആശ്ചര്യപ്പെടും. താൻ ജീവിച്ചിരിക്കുന്നതിനെ ഓർത്തും മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നതിനെ ഓർത്തും. എന്നാലും 9 ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ കാറ്റ് പുറത്തേക്ക് പോകാതെ ഇങ്ങനെ കൊല്ലങ്ങളോളം അകത്തും പുറത്തുമായി പോയി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്തൊരാശ്ചര്യം! അങ്ങനെ ആശ്ചര്യപ്പെടുന്ന ആരും ഇല്ല.
അങ്ങനെ വേണം ആശ്ചര്യപ്പെടാൻ എന്നാണ്. അപ്പോൾ ജനനം മരണം ഇങ്ങനെയുള്ള ഭാവങ്ങൾ ബ്രഹ്മത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ ജനന മരണങ്ങളിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ സന്തോഷം, ആഘോഷം, സ്വീറ്റ് വിതരണം ചെയ്യുന്നു. അതും ആൺകുഞ്ഞാണെങ്കിൽ വളരെ സന്തോഷം. കാരണം പൈസ ഇങ്ങോട്ട് വാങ്ങിക്കാം സ്ത്രീധനമായിട്ട്. പെൺകുഞ്ഞാണെങ്കിൽ അതിനെ വളർത്തി കൊണ്ടുവരുന്നത് ഈ പെൺകുട്ടികളുടെ ഈ ഡ്രസ്സ്. ആൺകുട്ടികളാണെങ്കിൽ ചുമ്മാ ഒരു നിക്കർ ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. പെൺകുട്ടികളെ അങ്ങനെ വളർത്താൻ പറ്റില്ല. ധാരാളം അകത്തും പുറത്തുമൊക്കെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടി പുതച്ച് വേണം പെൺകുട്ടികളെ വളർത്താൻ. അപ്പോൾ ചിലവുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വരവോ ചെലവോ? വരവ് എന്ന് പറഞ്ഞാൽ ആൺകുഞ്ഞ്, ചെലവ് എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞ്. അങ്ങനെ ആക്കി തീർത്തു നമ്മൾ. എല്ലാം പണത്തിൻ്റെ കണ്ണിലൂടെയാണ്. ഏതിലും പൈസ, സമ്പത്ത്, പണമാണ് എല്ലാറ്റിലും പ്രധാനം. ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ തനിക്ക് ഒരു പുത്രനോ അല്ലെങ്കിൽ പുത്രിയോ ജനിച്ചു, അതിന് എന്തിന് നിങ്ങൾ ഈ വരവ് ചെലവ് എന്നൊക്കെ? അപ്പോഴും നിങ്ങൾക്ക് പണത്തിലാണ് ശ്രദ്ധയല്ലേ? ആ കുഞ്ഞ് ജനിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമില്ല. അല്ല, സന്തോഷമുണ്ട്, എന്നാലും പിന്നീട് ഭാവിയിൽ കയ്യിൽ നിന്ന് ഒരുപാട് ചിലവാകുമല്ലോ ആ കൊച്ചിൻ്റെ കല്യാണത്തിന് കൊടുക്കേണ്ട സ്ത്രീധനം. കല്യാണം പെൺവീട്ടുകാർക്കാണല്ലോ ചെക്കൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ പൈസ ചിലവാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്, വരവ് ചെലവ് എന്നൊക്കെ. സംവിദാകാശമേവാഹം ഭവാനപി ജനാ അപി മ്രിയാമഹേ നോ കദാചിത് സംവിദ് കില കഥാമൃതാ. സംവിദാകാശമേവാഹം. രാമ, വസിഷ്ഠ മഹർഷി രാമനെ നോക്കി ഉപദേശിക്കുകയാണ്. ഏതൊരു ആചാര്യനും ശിഷ്യനെ നോക്കി ഇങ്ങനെ തന്നെ വേണം ഉപദേശിക്കാൻ. സംവിദാകാശം, ഞാൻ ബോധാകാശമാണ് രാമ. ഈ താടിയും മീശയും വെച്ച ഈ കളവനുണ്ടല്ലോ, സൂര്യവംശത്തിന്റെ കുലഗുരു എന്ന് നീയും നിന്റെ പൂർവികരും കരുതിയ ഈ കളവൻ, ഇവൻ കിളവനല്ല, ഇവൻ ബ്രഹ്മമാണ്. ഞാൻ ബോധാകാശമാണ്. സംവിദാകാശമേവാഹം ഭവാനപി, അങ്ങും അത് തന്നെ. ഈ രാമൻ എന്ന് പറയുന്നത് ദശരഥന്റെ മൂത്തപുത്രൻ എന്ന് ദശരഥനും വിചാരമുണ്ട്, രാമനാ വിചാരമില്ല. കുറേയൊക്കെ തത്വമൊക്കെ കേട്ട ആളാണല്ലോ. താൻ തൻ്റെ അച്ഛൻ്റെ മൂത്തപുത്രനാണ് എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. അതുപോലെ ഇളയ കുട്ടി പുത്രനോ പുത്രിയോ അങ്ങനെയൊക്കെ നമുക്ക് വിചാരമുണ്ട്. നമ്മളാരും പുത്രന്മാരുമല്ല പുത്രികളുമല്ല. ഇവിടെ ഭാര്യ, ഭർത്താവ്, അളിയൻ, നാത്തൂൻ, അമ്മായി, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഇതൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ ശരീരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ചില പേരുകൾ, ചില ബന്ധങ്ങളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരീരങ്ങൾക്കാണ് പേര്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരം രൂപപ്പെടുന്നു. ആ കുഞ്ഞിനൊരു പേര്. ആൺകുട്ടിയാണെങ്കിൽ ആൺകുഞ്ഞിൻ്റെ പേര്, പെൺകുട്ടിയാണെങ്കിൽ അതുപോലെയുള്ള പേരുകൾ. നാമവും രൂപവും കള്ളമാണ് എന്ന് ഈ വേദാന്തം എത്ര പ്രാവശ്യം ഏതൊക്കെ രീതിയിൽ പറഞ്ഞു തന്നു. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ആ സത്യത്തെ ഉൾക്കൊള്ളുന്നില്ല? നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരല്ല, ഈ ഹാളിന് പുറത്തുള്ളവർ. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ളവരല്ല, ഈ ഹാളിന് പുറത്തുള്ളവർ. ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഈ സത്യത്തെ ഉൾക്കൊള്ളുന്നില്ല, നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു. രാമ, ഞാൻ ഉള്ള കാര്യം വെട്ടി തുറന്നു പറയാവുന്നതാണ്. സംവിദാകാശമേവാഹം, ഞാൻ ബോധാകാശമാണ്. ഭവാനപി, നീയും ബോധാകാശം തന്നെ. ജനാഹാപി, ഈ അയോധ്യ നഗരത്തിലുള്ള ജനങ്ങൾ, ഈ ഭൂലോകവാസികൾ മുഴുവൻ ബോധമാണ്, ബ്രഹ്മമാണ്. മ്രിയാമഹേനോ കഥാചിത്, നമ്മൾ ആരും മരിക്കുന്നില്ല കുട്ടാ, എൻ്റെ പൊന്നുമോനെ ശ്രീരാമ. നീയും ഞാനും ഇവിടെയുള്ള ആരും മരിക്കുന്നില്ല, നമുക്ക് മരണമില്ല.
രക്തസാക്ഷികൾക്ക് മാത്രമല്ല മരണമില്ലാത്തത്, ഇവിടെ ആർക്കും തന്നെ മരണമില്ല. നമ്മളൊക്കെ അനശ്വരന്മാരാണ്, നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല. ഇത് തന്നെയല്ലേ കുരുക്ഷേത്ര ഭൂമിയിൽ കൃഷ്ണനും പറഞ്ഞത്? ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ശരീരം മരിച്ചു പോകുന്നു അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന് കരുതണ്ട. ഇത് ഇപ്പൊ ഉള്ളപ്പോൾ തന്നെ ഇല്ലാത്തതാണ്. ഈ ദേഹം എന്നുള്ളത് ഒരു ഭ്രമമാണ്. ആ ഭ്രമം അപ്രത്യക്ഷമാകുമ്പോൾ എന്തിനു ദുഃഖിക്കണം? ഇത് ഉള്ളപ്പോഴേ ഇല്ല എന്ന് ഉറപ്പിക്കൂ. അപ്പോൾ ഇല്ലാതാവുമ്പോൾ പൊട്ടിച്ചിരിക്കാം. ഉള്ളപ്പോഴേ ഇല്ല എന്ന് ഉറപ്പിച്ചാൽ അത് അപ്രത്യക്ഷമാകുമ്പോൾ നമുക്ക് ഒന്നടങ്കം കൂട്ടച്ചിരി സംഘടിപ്പിക്കാം. ഞാൻ പറയുന്നത്, ഈ മരണം നടന്ന വീടുകളിൽ പൊട്ടിച്ചിരിയുടെ ശബ്ദം ഉയർന്നു കേൾക്കണം. അങ്ങനെയുള്ള ഒരു കാലം ഈ ലോകത്ത് വരും എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് മരണം നടന്നു കഴിഞ്ഞാൽ കരയണം. കരച്ചിൽ വന്നില്ലെങ്കിലും കൃത്രിമമായിട്ടെങ്കിലും കരയണം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആരും മരിക്കുന്നില്ല. മ്രിയാമഹേ നോ കദാചിത്. നമ്മളാരും മരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളൊക്കെ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിനുണ്ടോ മരണം? അനശ്വരമായ സത്യം, അതെങ്ങനെ മരിക്കാൻ? നമ്മളൊക്കെ ബ്രഹ്മമായതുകൊണ്ട് നമ്മൾ മരിക്കുന്നില്ല. സംവിത് കില കഥാമൃത. ബ്രഹ്മം എപ്പോഴെങ്കിലും മരിച്ച ചരിത്രമുണ്ടോ? ഇന്നേ വരെ മരിച്ചിട്ടില്ല. കോടിക്കണക്കിന് കൊല്ലങ്ങൾ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഇതിനു മുമ്പ് പല പ്രപഞ്ചങ്ങളും ഉണ്ടായി മറഞ്ഞു കഴിഞ്ഞു. അപ്പോഴൊന്നും നശിക്കാത്ത ഈ ബ്രഹ്മം ഇനി എപ്പോഴെങ്കിലും നശിക്കുമെന്ന് കരുതാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് നമ്മളാരും മരിക്കുന്നില്ല. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. സംവിദോ നാസ്തി സംവേദ്യം സ്വയം സംവേദ്യതാമിത ചിത്വാദതോ വിശാലാക്ഷ ദ്വിതൈകത്വേ ക്വവാ സ്ഥിതേ. സംവിദഃ നാസ്തി സംവേദ്യം. സംവിത് ബോധം, അറിവ് സ്വരൂപമായിട്ടുള്ളതാണ് ബോധം. ശുദ്ധമായ അറിവിൽ അറിയപ്പെടുന്ന ഒന്ന് ഉണ്ടാവില്ല. ദൃശ്യം എന്നർത്ഥം. അറിവിൽ അറിവ് മാത്രമേ ഉണ്ടാവൂ. അതിൽ അറിയപ്പെടുന്ന ഒന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അറിയപ്പെടുന്നത് മായയാണ്, കള്ളമാണ്. സംവിദോ നാസ്തി സംവേദ്യം. സംവിത്തിന് അറിയപ്പെടുന്നതായി തോന്നുന്നത് അതിൻ്റെ ഒരു ഭ്രമമാണ്. അതിന് അറിയപ്പെടുന്നത് എന്നൊരു അവസ്ഥയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭ്രമം മാത്രമാണ്. കാരണം അറിവിൽ അറിവ് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. അതിൽ അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ അറിയുന്ന ഒരുവനോ ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഈ സാപേക്ഷങ്ങളായ ദൃക്കും ദൃശ്യവും ബോധത്തിലെ വെറും കള്ളങ്ങൾ അല്ലെങ്കിൽ മിഥ്യ. വാസ്തവത്തിൽ അങ്ങനെയില്ല. ഈ അറിയുന്നവനും അറിയപ്പെടുന്നതുമായി കാണപ്പെടുന്നത് കേവലമായ അറിവാണ്, ശുദ്ധബോധമാണ്. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതൊരു വസ്തുവല്ല, അതൊരു വ്യക്തിയുമല്ല, അതൊരു തത്വം മാത്രമാണ്. അതെ അതെ അങ്ങനെ അവിടെ പറയുന്നത്, ദൃഗ്ദൃശ്യ വിവേകത്തിൽ ശങ്കരാചാര്യർ പറയുന്നത് യഥാർത്ഥത്തിൽ കാണുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് എല്ലാറ്റിനെയും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സാപേക്ഷമായ ജീവനെ അറിയുന്നവൻ അല്ലെങ്കിൽ കാണുന്നവൻ അത് ബ്രഹ്മമാണ്. ജീവഭാവത്തെ പോലും കാണുന്ന ആ ദൃക്ക് സത്യമാണ്. അല്ലാതെ ദൃശ്യത്തോടു കൂടെ ചേർന്ന് ദൃശ്യത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന
ജീവാത്മാവ് എന്ന ദൃക്ക് കള്ളമാണ്. കാരണം അത് പൊന്തി മറയുന്ന ഒന്നാണ്. അവിടെ ദൃക് ബ്രഹ്മ, ദൃശ്യം നാസ്തി, അല്ലെങ്കിൽ ദൃശ്യം മായ എന്ന് പറഞ്ഞത് അന്തിമമായ ദൃക്ക്, ദൃക്കിൻ്റെയും ദൃക്ക്, കാണുന്ന അനുഭവിക്കുന്ന ജീവനെപ്പോലും കാണുന്ന അനുഭവിക്കുന്ന ബ്രഹ്മം എന്നർത്ഥം. അപ്പോൾ ഈ ബ്രഹ്മത്തിൽ അറിയപ്പെടുന്നത് എന്നൊന്നും ഉണ്ടാവാൻ പറ്റില്ല. സ്വയം സംവേദ്യതാമിത, ആ ബ്രഹ്മം തന്നെ അറിയപ്പെടുന്നവയെപ്പോലെ കാണപ്പെടുന്നു. ദൃശ്യമായി മാറിയിരിക്കുന്നത് ഈ ബ്രഹ്മം തന്നെയാണ്. ചിത്വാദോ വിശാലാക്ഷ, ചിത്ത് തന്നെയാണ് ദൃശ്യം അല്ലെങ്കിൽ അറിയപ്പെടുന്നതായി തീർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നതായി കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ചിത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെയില്ല. അല്ലയോ വിശാലാക്ഷ, നീണ്ട വിടർന്ന കണ്ണുകളോടുകൂടിയ, സുന്ദരമായ കണ്ണുകളോടുകൂടിയ രാമ, ദ്വിതാ ഏകത്വേ ക്വവാസ്ഥിതേ, ഈ കേവലമായ സത്യത്തിൽ ദ്വൈതവും അദ്വൈതവും ഒരുപോലെ കള്ളമാണ്. കേവല സത്യത്തിൽ ദ്വൈതവും അദ്വൈതവും ഈ രണ്ടും സങ്കല്പങ്ങളാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ദ്വൈതം എന്ന് പറഞ്ഞാൽ പലത്, ഒന്നിൽ കൂടുതൽ. ഈ രണ്ടും മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിലാണ്. കേവല ബോധത്തിൽ ദ്വൈതവും അദ്വൈതവും രണ്ടുമില്ല. പിന്നെ ബ്രഹ്മം അദ്വൈതമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അത് പലതല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. പല ബ്രഹ്മങ്ങളില്ല, ഒന്നിൽ കൂടുതൽ ബ്രഹ്മങ്ങളില്ല, ഒരൊറ്റ ബ്രഹ്മമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അദ്വൈതം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ദ്വൈതം അദ്വൈതം എന്നുള്ള ആശയങ്ങൾ പോലും കേവല സത്യത്തിൽ യോജിക്കുകയില്ല. ആ ഭാവനകൾക്ക് ശുദ്ധബോധത്തിൽ സ്ഥാനമില്ല. ചിത്വാദോ വിശാലാക്ഷ ദ്വിതൈകത്വേ ക്വവാസ്ഥിതേ, ദ്വൈതവും അദ്വൈതവും എവിടെയാണ് നിൽക്കാൻ കഴിയുക രാമ? ദ്വൈതം എവിടെയാണ് നിൽക്കുന്നത്? അറിവിൽ, അനുഭവത്തിൽ. അദ്വൈതമോ? അതും അനുഭവത്തിലാണ്. അപ്പോൾ ഒന്നെന്നുള്ള അനുഭവമോ പലതെന്നുള്ള അനുഭവമോ രണ്ടും കേവല ബോധത്തിൽ, കേവലമായ ശുദ്ധമായ അറിവിലാണ് പ്രകാശിക്കുന്നത്. ഈ ദ്വൈത ഭാവനകൾ, ഏകത്വം, ദ്വൈതം, ഈ ആശയങ്ങൾ ബ്രഹ്മത്തിന് യോജിക്കുന്നതല്ല. ബ്രഹ്മത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾക്ക് സ്ഥാനമില്ല. സർവസ്യ സംവിത്വേ സംവേദ്യം അന്യന്ന പരിശിഷ്യതേ, എല്ലാം ശുദ്ധബോധമാണെങ്കിൽ, ബ്രഹ്മമാണെങ്കിൽ, അതിൽ നിന്ന് അന്യമായ അറിയപ്പെടുന്ന ഒന്ന് എങ്ങനെ ഉണ്ടാവും? അറിയപ്പെടുന്നത്, അറിവിന് വിഷയമായത് അറിവ് തന്നെയാണ്. അറിവ് തന്നെയാണ് തന്നെ അറിയപ്പെടുന്നത് പോലെ മായയിലൂടെ ആക്കി തീർത്തത്. അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മമല്ലാതെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ മറ്റൊന്നും തന്നെയില്ല. സ്വസ്യാഹ സ്വസംവേദ്യതാ കൽപ്പനാദോ സ്വസ്യ സ്വസ്കന്ധാരോഹണ കൽപ്പനാ കൽപ്പേത്യാഹ, അറിവ് തന്നെ അറിയപ്പെടുന്നതായി മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. അറിവ് അറിയുന്നവനായി മാറുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒന്നായി ദൃശ്യമായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഏതുപോലെയെന്നോ, ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ തോളത്ത് കയറാൻ പറ്റുമോ? സ്വസ്കന്ധാരോഹണം. ഞാൻ ഒരു വ്യക്തിയാണ്, എനിക്ക് വേറൊരാളുടെ തോളത്ത് കയറിയിരിക്കാം, തോളത്ത് കയറിയിരുന്ന അയാളുടെ ചെവി അടിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ തോളത്ത് തന്നെ കയറിയിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറ്റും? ഈ തോളിൽ നിങ്ങൾ എങ്ങനെയാണ് കയറുക? കാല് ഉപയോഗിച്ചാണ് കയറുക. കാല് ഉറപ്പിച്ചിരിക്കുന്നത് ശരീരത്തിലാണ്. ആ ശരീരത്തിലാണ് ഈ തോളുള്ളത്. അപ്പോൾ തൻ്റെ കാലുകൾ ഉപയോഗിച്ച് തൻ്റെ തോളത്ത് ഒരാൾക്ക് എങ്ങനെയാണോ കയറി ഇരിക്കാൻ പറ്റാത്തത്, അതുപോലെ അറിവ് സ്വരൂപമായ ഒന്നിന് അറിയപ്പെടുന്ന ഒന്നായി മാറാൻ പറ്റില്ല.
അറിയുന്നവനായും മാറാൻ പറ്റില്ല. പക്ഷേ അറിയപ്പെടുന്നതിനെ അറിയാൻ തുടങ്ങിയാൽ താൻ അറിയുന്ന ഒരുവൻ എന്ന പോലെ ആയി തോന്നും. അത് ഭ്രമം മാത്രമാണ്. ശുദ്ധബോധത്തിൽ അറിയുന്നവനുമില്ല, അറിയപ്പെടുന്നതുമില്ല. അത് അതുമാത്രമായി സ്ഥിതി ചെയ്യുന്നു. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വരൂപം. സ്വസ്യാഹ സ്വസംവേദ്യതാ കൽപ്പന. ഞാൻ തന്നെ എൻ്റെ അറിവിന് വിഷയമായിത്തീരുന്നത് ഒരിക്കലും സാധ്യമല്ല. ഞാനല്ലാത്ത ഒന്നിനെ മാത്രമേ എൻ്റെ അറിവിൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. എനിക്ക് എന്നെ തന്നെ അറിവിൻ്റെ വിഷയമാക്കി തീർക്കാൻ പറ്റില്ല. അതിനാണ് ഈ ഉദാഹരണം. സ്വസ്യ സ്വസ്കന്ധാരോഹണ കൽപ്പനാ കൽപ്പേത്യ. ഒരു വ്യക്തി അയാളുടെ തന്നെ തോളിൽ കയറി ഇരിക്കുന്നത് എങ്ങനെയാണോ സാധ്യമല്ലാത്തത്, അതുപോലെയാണ് സ്വയമേവ ചേത് സംവേദ്യതാം ഇതാ പ്രാപ്ത. ഞാൻ അല്ല, ഞാൻ തന്നെ അറിയപ്പെടുന്നതായി മാറുന്നു എന്ന് വിചാരിച്ചാൽ എന്താ തെറ്റ്? ഞാൻ തന്നെ എന്നെ അറിയപ്പെടുന്ന ഒന്നാക്കി മാറ്റിയാൽ അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളൂ. പക്ഷേ ഞാൻ അറിയപ്പെടുന്ന ഒന്നാവാൻ പറ്റില്ല. അറിയപ്പെടുന്നതാവാൻ പറ്റില്ല. അതിനുള്ള സാധ്യത തീരെയില്ല. അതഃ ചിത്വാദന്യത് സംവേദ്യതാ ലക്ഷണക്രിയാകർമ്മഭേദരൂപം ദ്വിത്വം തദ് വ്യാവൃത്തമേകത്വം വാ ക്വസ്ഥിതേ. അതുകൊണ്ട് ചിത്തിന് അന്യമായിട്ടുള്ള അറിയപ്പെടുന്ന ഒന്ന്, അറിയപ്പെടുക എന്നുള്ള അല്ലെങ്കിൽ അറിയുക എന്നുള്ള ക്രിയയുടെ വിഷയമായിരിക്കുന്ന ഒന്നായി ചിത്തിന് മാറാൻ സാധ്യമല്ല. കർമ്മം, ക്രിയ, അറിയുക എന്നുള്ളത് ഒരു ക്രിയയാണ്, ബുദ്ധിപരമായ ക്രിയയാണ്. ഇപ്പോൾ വിട്ടേക്കാം, തീർന്നു. ഒന്നാമത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും ആക്രാന്തം. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നിർത്തിയേക്കാം. അപ്പോൾ അറിയുക എന്നുള്ള ക്രിയയുടെ വിഷയമാവാൻ അറിവിന് സാധ്യമല്ല. അറിവ് അറിയപ്പെടുന്നതാവില്ല. പക്ഷേ മായയിലൂടെ, ഭ്രമത്തിലൂടെ അറിവ് അറിയപ്പെടുന്നതായി അല്ലെങ്കിൽ അറിയപ്പെടുന്നവകളായി കാണപ്പെടാം. അതിനുള്ള സാധ്യതയുണ്ട്. അതായത് ദ്വൈതം കള്ളമാണ്. ദ്വൈതം കള്ളമാണെങ്കിൽ ഏകത്വവും കള്ളമാവാനേ പറ്റും. കാരണം ഇത് രണ്ടും ബുദ്ധിയുടെ തീരുമാനങ്ങളാണ്, ബുദ്ധി തലത്തിലുള്ള അനുഭവമാണ്. ഒന്ന് പലത്. കേവലമായ അറിവിൽ, ശുദ്ധബോധത്തിൽ ഒന്ന് പലത് തുടങ്ങിയ ആശയങ്ങൾക്ക് സ്ഥാനമില്ല, പ്രസക്തിയില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം.